നമസ്കാരം. പ്രധാന വാർത്തകൾ. മിൽമ ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. മറ്റന്നാൾ മന്ത്രിതല ചർച്ച നടക്കും. തൊഴിൽ ക്ഷീരവികസന മന്ത്രിമാർ സമരം ചെയ്ത ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച നടത്തും. സംയുക്ത യൂണിയനുകളുടെ പണിമുടക്കിനെ തുടർന്ന് തിരുവനന്തപുരം അടക്കം പാല് വിതരണം തടസ്സപ്പെട്ടിരുന്നു. INTUC-യും CITU-യും സംയുക്തമായാണ് പണിമുടക്ക്. സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ പി മുരളിയെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. പ്രസവശേഷം ഇരട്ട കുട്ടികളുമായി വീട്ടിലേക്ക് പോകുന്നതിനിടെ കാറിന് തീപിടിച്ചു. രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. രാത്രി 8 മണിയോടെ ആമ്പല്ലൂരിലായിരുന്നു സംഭവം. കാറിൽ സഞ്ചരിച്ചിരുന്ന ഇരട്ടക്കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പ്രസവശേഷം ഇരട്ടക്കുട്ടികളുമായി വീട്ടിലേക്ക് മടങ്ങിയ മുരിങ്ങൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറാണ് കത്തി നശിച്ചത്. മുരിങ്ങൂർ ഐക്യരപ്പറമ്പിൽ വീട്ടിൽ സജി ഉൾപ്പെടെ 5 പേരാണ് കാറിലുണ്ടായിരുന്നത്. കാറിന്റെ മുൻവശത്ത് നിന്നും പുക വരുന്നത് കണ്ട ഉടനെ ഇവർ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചെങ്കിലും ആദ്യം ഡോറുകൾ തുറക്കാൻ കഴിഞ്ഞില്ല. ഇത് പരിഭ്രാന്തിക്കിടയാക്കി. എന്നാൽ അല്പസമയത്തിനുള്ളിൽ ഡോറുകൾ തുറക്കാൻ കഴിഞ്ഞതോടെ വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു. പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങിയ കുടുംബം കാറിൽ നിന്ന് സാധനങ്ങൾ മാറ്റിയതിന് തൊട്ടുപിന്നാലെ തീ ആളിപ്പടരുകയായിരുന്നു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിലത്ത് രക്തം. കൊല്ലം ചിതറയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറക്കോട് പ്ലാവറ സ്വദേശി രാജേഷാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടോടെയാണ് രാജേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. നിലത്ത് രക്തവും ഉണ്ടായിരുന്നു. രക്തം ഛർദ്ദിച്ചാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. മരണകാരണം വ്യക്തമല്ല. സംഭവത്തെ തുടർന്ന് ചിതറ പോലീസ് എത്തി തുടർ നടപടി സ്വീകരിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമ്മയെയും മകളെയും കാറിടിച്ചു. പെൺകുട്ടി മരിച്ചു. തോട്ടയ്ക്കാട് ഇരവിച്ചിറ സ്വദേശി അബിതയാണ് മരിച്ചത്. അബിതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അമ്മ നിഷയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അബിതയും അമ്മയും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് കുതിച്ചെത്തിയ കാർ ഇടിച്ചത്. നാട്ടുകാർ ചേർന്നാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. തൃക്കോതമംഗലം VHSലെ +2 വിദ്യാർത്ഥിയായിരുന്നു അബിത. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം വന്ന ദിവസമാണ് മരണം കവർന്നെടുത്തത്. ഇന്ദിരാഗാന്ധിയെ ഫേസ്ബുക്കിലൂടെ വികലമായി ചിത്രീകരിച്ചു. RSS പ്രവർത്തകൻ റിമാൻഡിൽ. ഷൊർണൂർ മുണ്ടായ സ്വദേശി ഉണ്ണികൃഷ്ണനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ SRR ഉണ്ണി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വികലമായി ചിത്രീകരിച്ച സന്ദേശം പങ്കുവച്ചതിനാണ് പോലീസ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത്. കഴിഞ്ഞ മെയ് 16-ന് ഇയാൾ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഇന്ദിരാഗാന്ധിയുടെ ചിത്രം വികലമായിക്കൊണ്ടുള്ള സന്ദേശം പങ്കുവച്ചു. ഇത് സമൂഹമാധ്യമത്തിൽ പലരും ഷെയർ ചെയ്തിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച വിവരപ്രകാരം ഷൊർണൂർ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു.